അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ കാണുന്നവരിൽ പലരും ളുഹാ നിസ്കരിക്കുന്നവരായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ളുഹാ നിസ്കരിക്കാത്തവർ ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ ളുഹാ നിസ്കരിച്ച് തുടങ്ങുക. ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് ഒരു ദുആ ചെയ്യാനുണ്ട്. ചെറിയൊരു ദുആയാണ്. ആ ദുആ നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു തആല അത് മിന്നൽ വേഗത്തിൽ നിറവേറ്റിത്തരും. മാത്രമല്ല ളുഹാ നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വലിയ വലിയ നേട്ടങ്ങളാണ് നൽകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ളുഹാ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എന്താണ് അതിൻ്റെ നിയ്യത്ത്, ഏത് സമയമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്, മാത്രമല്ല ളുഹാ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ദുആയാണ് ചെയ്യേണ്ടത്, അതൊക്കെയും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാമൊക്കെയും ഫർള് നിസ്കാരങ്ങൾ 5 വക്തും നിസ്കരിക്കുന്നവരാണ്. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നവരാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണെന്ന് പലർക്കും അറിയില്ല. അത് റവാത്തിബ് നിസ്കാരമാണ്. റവാത്തിബ് നിസ്കാരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും. അല്ലാ, ഇത് എന്ത് നിസ്കാരമാണ് എന്ന്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന നിസ്കാരമാണ്. അതായത് നമ്മൾ ഫർള് നിസ്കരിക്കുമ്പോൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമല്ലോ. അതുപോലെ ഫർള് നിസ്കരിച്ചതിന് ശേഷം 2 റക്അത്ത് വീണ്ടും നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമല്ലോ. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത്. ഈ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാകും, ഫർള് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണെന്ന്. അത് സുബ്ഹി നിസ്കാരമാണ്. എന്നാൽ സുബ്ഹി നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായത് അത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ നിസ്കരിക്കുന്ന ആ സുബ്ഹി നിസ്കാരത്തിനാണ് സുബ്ഹി നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. എന്നാൽ ളുഹാ നിസ്കാരത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് പറയുന്നത്. സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ രണ്ടാമതായി ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ളുഹാ നിസ്കാരം. ഈ ളുഹാ നിസ്കാരം ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമായിരിക്കും. എന്നാൽ ഈ നിസ്കാരത്തിൻ്റെ മുഴുവൻ പ്രതിഫലവും നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പലർക്കും അറിയാം. എന്നാൽ അറിയാത്തവർ ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക. കാരണം ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും അതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കാനാണ്. അതുകൊണ്ട് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി ളുഹാ നിസ്കാരം നിസ്കരിക്കേണ്ട സമയം പറഞ്ഞു തരാം. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിസ്കരിക്കാം. എത്ര സമയം വരെ നിസ്കരിക്കാം? ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ളുഹാ നിസ്കരിക്കാം. ഒരുപാട് സമയമുണ്ട്. എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ആ സമയത്തൊരു 2 റക്അത്ത് ളുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി ളുഹാ നിസ്കരിക്കുക. ളുഹാ നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് ളുഹാ നിസ്കരിക്കുന്ന സമയത്താണ് മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നത്. മലക്കുകൾ ഏറ്റവും കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നത് ളുഹാ നിസ്കാര സമയവും അതുപോലെ മഗ്‌രിബിൻ്റെ ശേഷവുമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്ന സമയത്ത് നമ്മൾ നിസ്കരിച്ചു കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും സ്വീകരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന ളുഹാ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കും, നമ്മുടെ ദുആയും അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ മുറാദുകളുണ്ടെങ്കിലും അത് അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് അത്. മാത്രമല്ല എല്ലാ ദിവസവും മുടങ്ങാതെ ആരെങ്കിലും ഒരാൾ ളുഹാ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ
അവർ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് മാത്രമേ ളുഹാ നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് കഴിയില്ല. അവർ ഒരു ദിവസം നിസ്കരിച്ചു, അല്ലെങ്കിൽ 2 ദിവസം നിസ്കരിച്ചു, 3-ാമത്തെ ദിവസം അവർക്ക് മടിയായിരിക്കും, നിസ്കരിക്കാൻ കഴിയില്ല. സ്വാലിഹീങ്ങൾക്ക് മാത്രമേ ഈ നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ളുഹാ നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ് എന്ന്. ഈ ളുഹാ നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെയും ഈ വീഡിയോയിൽ പറയാൻ സാധിക്കില്ല. വീഡിയോ വലിയ ലെങ്താകും. എന്നാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ളുഹാ നിസ്കരിക്കാൻ വലിയ താല്പര്യമുണ്ടാകും. അതിൽ ഒന്നാമത്തേത്, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. നാമൊക്കെയും എത്ര തെറ്റുകൾ ചെയ്തവരായിരിക്കും. അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒറ്റക്കായിട്ടും കൂട്ടായിട്ടുമൊക്കെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു തആല അതൊക്കെയും നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. അപ്പോൾ അതൊക്കെയും പൊറുക്കാൻ പറ്റിയ ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ഇനി രണ്ടാമത്തേത്, വിജയികൾക്ക് അതുപോലെ സ്വാലിഹീങ്ങൾക്ക് മാത്രമേ ഈ ളുഹാ നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ആർക്കും സാധിക്കില്ല. വിജയികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ഈ നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തേത്, നമ്മുടെ ശരീരത്തിൽ 360ഓളം ജോയിൻറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു തആല പടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ളുഹാ നിസ്കരിക്കുന്നതിലൂടെ നമ്മൾ 360 ആളുകൾക്ക് സ്വതക്ക കൊടുത്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടേ ഉള്ളൂ, അതിന് നമുക്ക് എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി നാലാമത്തേത്, നമുക്കൊക്കെയും എന്തെല്ലാം ആഗ്രഹങ്ങൾ സഫലമാകാനുണ്ട്. അപ്പോൾ ആഗ്രഹ സഫലീകരണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ഇനി അഞ്ചാമത്തെ പ്രതിഫലം, മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഒരു ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന്. ഒരു ഉംറ ചെയ്യാൻ നമുക്ക് എത്ര ചിലവുണ്ട്, എത്ര സമയം വേണം. എന്നാൽ വെറും 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുന്നതിലൂടെ നമുക്കൊരു ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ആറാമത്തേത്, ഇന്ന് ഒരുപാട് ആളുകളും വലിയ പ്രയാസത്തിലാണ്, എപ്പോഴും ടെൻഷനാണ്, മനസ്സിനൊരു സന്തോഷമില്ല, സമാധാനമില്ല. മാത്രമല്ല നിസ്കരിക്കാൻ മടിയാണ്, ജോലിക്ക് പോകാൻ മടിയാണ്, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ മടിയാണ്, ഒരു അലസതയാണ്, എന്നും ലൈഫിൽ ഒരു മൂഡ് ഓഫാണ്, പഠിക്കുന്ന കാര്യത്തിൽ മടിയാണ്, മദ്രസയിൽ പോകാൻ മടിയാണ്, സ്കൂളിൽ പോകാൻ മടിയാണ്, അതുപോലെ ഫോണിൽ അഡിക്റ്റായിരിക്കുകയാണ്, ലഹരിക്ക് അടിമപ്പെട്ട് പോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ളുഹാ നിസ്കാരം പതിവായി നിസ്കരിച്ചാൽ മതി. ളുഹാ നിസ്കാരം അതിന് ഏറ്റവും വലിയൊരു പ്രതിവിധിയാണ് പ്രിയപ്പെട്ടവരെ. ഇനി ഏഴാമത്തേത്, ളുഹാ നിസ്കരിക്കുന്നവർക്ക് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. നരകശിക്ഷയിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. ഇനി എട്ടാമത്തെ കാര്യം, പഠിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധയാണ്, ഒരു ശ്രദ്ധ കിട്ടുന്നില്ല. ജോലിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല. ഓർമ്മശക്തി കുറവാണ്, ചിന്താശേഷി കുറവാണ്, പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോവുകയാണ്, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവരൊക്കെ ളുഹാ നിസ്കാരം ജീവിതത്തിൽ പതിവായി നിസ്കരിച്ചാൽ ഈ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ്. അവർക്ക് നല്ല ബുദ്ധിശക്തിയായിരിക്കും, ഓർമ്മശക്തിയായിരിക്കും. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു ധൈര്യവും ആത്മവിശ്വാസവും അതുപോലെ ഒരു താല്പര്യവും ഉണ്ടാകും. ഇനി ഒൻപതാമത്തേത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഈ ളുഹാ നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു കവാടം അള്ളാഹു അവർക്ക് വേണ്ടി തുറന്നു വെക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ളുഹാ നിസ്കാരം പതിവായി നിസ്കരിക്കാനും
ആ തുറന്നു വെക്കുന്ന പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. ഇനി 10-ാമത്തേത്, നമ്മുടെ ശാരീരികമായ വേദനകൾ, മാനസികമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, ഇതൊക്കെയും നമുക്ക് മാറിക്കിട്ടാൻ, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ജീവിതത്തിൽ ളുഹാ നിസ്കാരം പതിവാക്കിയാൽ മതി. ളുഹാ നിസ്കരിക്കുന്നവർക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകില്ല, ടെൻഷൻ ഉണ്ടാകില്ല, രോഗങ്ങൾ ഉണ്ടാകില്ല. ഇതിൽ നിന്നൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കാക്കുന്നതാണ്. ഇനി 11-ാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷ വാർത്തകൾ നമുക്ക് കേൾക്കണോ? സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഈ നിസ്കാരം പതിവായി നിസ്കരിച്ചോളൂ. ഇനി 12-ാമത്തേത്, ഖബറ്, നരകം, ആഖിറം എന്നിവിടങ്ങളിലുള്ള എല്ലാ ശിക്ഷകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാക്കുന്നതാണ്, നമുക്ക് കാവൽ തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ളുഹാ നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളാണ്. ഇനിയും ധാരാളം പറയാനുണ്ട്, അതെല്ലാം ഈ വീഡിയോയിൽ പറയാൻ സാധിക്കില്ല. അത്രത്തോളം വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ളുഹാ നിസ്കരിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമാണ്, അവർ രക്ഷപ്പെടും എന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഈ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ പരിപൂർണ രൂപം പറഞ്ഞു തരാം. ആദ്യമായി നിസ്കരിക്കേണ്ട സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ളുഹാ നിസ്കാരം നിസ്കരിക്കാനുള്ള സമയം ആയി തുടങ്ങും. എന്നിട്ട് നമുക്ക് ളുഹുർ ബാങ്ക് കൊടുക്കുന്നത് വരെ നമുക്ക് നിസ്കരിക്കാനുള്ള സമയമുണ്ട്. അതിനിടയിൽ നിങ്ങൾ ഒരു 2 റക്അത്ത് ഈ ളുഹാ നിസ്കാരം നിസ്കരിച്ചാൽ മതി. ളുഹാ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണ്ട. ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ഒരു കൂലിയും പ്രത്യേകിച്ചില്ല, അതിനൊരു സുന്നത്തുമില്ല. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുക. ഈ നിസ്കാരത്തിൻ്റെ റക്അത്ത് പറയുകയാണെങ്കിൽ 12 റക്അത്ത് വരെ നിസ്കരിക്കാം. ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിച്ചാലും മതി. എന്നാൽ 8 റക്അത്ത് നിസ്കരിക്കുന്നതും ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ റക്അത്ത് അധികരിപ്പിച്ച് നിസ്കരിക്കുക. അതായത് 2 റക്അത്ത്, അല്ലെങ്കിൽ 4 റക്അത്ത്, അല്ലെങ്കിൽ 6 റക്അത്ത്, അല്ലെങ്കിൽ 8 റക്അത്ത്, അങ്ങനെ 12 റക്അത്ത് വരെ നിങ്ങൾക്ക് നിസ്കരിക്കാം. ചുരുങ്ങിയത് നിങ്ങൾ 2 റക്അത്ത് മാത്രം നിസ്കരിച്ചാലും മതി. നിങ്ങൾ 2 റക്അത്തിലധികം നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 2 റക്അത്ത് വീതമാണ് നിസ്കരിക്കേണ്ടത്. അതായത് ആദ്യം 2 റക്അത്ത് നിസ്കരിച്ചു, അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുക. വീണ്ടും നിങ്ങൾ 3-ാമത്തെ റക്അത്തിന് വേണ്ടിയിട്ട് നിയ്യത്ത് വെച്ചിട്ട് വേണം തക്ബീർ കെട്ടാൻ. അങ്ങനെ നിങ്ങൾ 2 റക്അത്ത് വീതം നിസ്കരിക്കുക. ഇനി ഈ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് പറഞ്ഞു തരാം. ഉസല്ലി സുന്നത്തുള്ളുഹ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ കിബ്ലത്തി അദാ ലില്ലാഹി തആല. ഒന്നും കൂടി പറഞ്ഞു തരാം. ഉസല്ലി സുന്നത്തുള്ളുഹ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ കിബ്ലത്തി അദാ ലില്ലാഹി തആല. ഇത് അറബിയിലാണ് നിയ്യത്ത്, എന്നാൽ മലയാളത്തിൽ വെച്ചാലും മതി. അതായത് 2 റക്അത്ത് ളുഹ സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് വെച്ചാലും മതി. നിയ്യത്ത് മലയാളത്തിൽ പറഞ്ഞാലും മതി, അറബിയിൽ തന്നെ പറയണം എന്നൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ നിയ്യത്ത് വെച്ച് തക്ബീർ കെട്ടുക. തക്ബീർ കെട്ടി ആദ്യത്തെ റക്അത്തിൽ വജ്ജഹത്ത് ഓതുക, പിന്നീട് ഫാത്തിഹ ഓതുക. ശേഷം സൂറത്ത് ഓതേണ്ടത് ഏറ്റവും നല്ലത് സൂറത്തു ശംസ് ഓതുന്നതാണ്. വശംസി വളുഹാഹ എന്ന് തുടങ്ങുന്ന ഈ സൂറത്താണ് നിങ്ങൾ ഓതേണ്ടത് ആദ്യത്തെ റക്അത്തിൽ. എന്നിട്ട് നിങ്ങൾ റുക്കോയിലേക്ക് പോവുക. സാധാ നിസ്കാരം, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ച് 2-ാമത്തെ റക്അത്തിൽ നിങ്ങൾ ഫാത്തിഹയ്ക്ക് ശേഷം നിങ്ങൾ ഓതേണ്ടത് വല്ലുഹ സൂറത്താണ്. അതായത് വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് 2-ാമത്തെ റക്അത്തിൽ നിങ്ങൾ ഓതുക.
ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 സൂറത്തും കാണാതെ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓതിയാൽ മതി. 2 റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ്, അതായത് കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ഈ സൂറത്ത് നിങ്ങൾ ഓതിയാലും മതി. ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ ആ 2 സൂറത്തുകളാണ്, അതായത് ഷംസ് സൂറത്തും ളുഹ സൂറത്തും. അതറിയാത്തവർ സൂറത്തുൽ ഇഖ്ലാസ് പോലെ നിങ്ങൾക്കറിയാവുന്ന സൂറത്ത് ഓതുക. പിന്നീട് നിങ്ങൾ റുക്കൂയിലേക്ക് പോകുക, ഇഅ്തിദാൽ ചെയ്യുക, സുജൂദ് ചെയ്യുക, സുജൂദിൻ്റെ ഇടയിലുള്ള 2 ഇരുത്തം ഇരിക്കുക, അത്തഹിയാത്ത് ഓതുക, സലാം വീട്ടുക. സാധാ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ച് സലാം വീട്ടുക. വീണ്ടും നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിയ്യത്ത് വെച്ച് തക്ബീർ കെട്ടി ഈ സൂറത്തുകളെല്ലാം ഓതി ഈ പറഞ്ഞതുപോലെ നിസ്കരിച്ച് സലാം വീട്ടുക. അങ്ങനെ നിങ്ങൾ 12 റക്അത്ത് വരെ നിസ്കരിക്കാൻ കഴിയുന്നവർ, സമയമുള്ളവർ നിങ്ങൾ നിസ്കരിക്കുക. അല്ലാത്തവർ ചുരുങ്ങിയത് ഒരു 2 റക്അത്തെങ്കിലും ഈ ളുഹാ നിസ്കാരം നിസ്കരിക്കുക. ഇങ്ങനെ നിങ്ങൾ ളുഹാ നിസ്കരിച്ചതിന് ശേഷം ഒരു ദുആയുണ്ട്, ചെറിയൊരു ദുആയാണ്. ഈ ദുആ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഈ ദുആ നിങ്ങൾ പറയേണ്ടത് 17 പ്രാവശ്യമാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ളുഹാ നിസ്കരിച്ച് ഈ ദുആ 17 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് ളുഹാ നിസ്കരിച്ച് കിട്ടുന്ന എല്ലാ പ്രതിഫലങ്ങളും അല്ലാഹു നൽകും. ഞാൻ ഇതുവരെ 12 പ്രതിഫലങ്ങൾ നേരത്തെ എണ്ണി പറഞ്ഞല്ലോ, അതൊക്കെയും അവനിക്ക് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. മാത്രമല്ല അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും, എല്ലാ ടെൻഷനുകളും പ്രതിസന്ധികളും മാറിക്കിട്ടും. അവൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു നിറവേറ്റിക്കൊടുക്കും. അവൻ്റെ എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും അവൻ ഉദ്ദേശിച്ച് ദുആ ചെയ്തിട്ടില്ലെങ്കിലും അവൻ്റെ ആ ഉദ്ദേശം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. മാത്രമല്ല എല്ലാ ഊരാ കുടുക്കുകളിൽ നിന്നും അവനെ അല്ലാഹു രക്ഷപ്പെടുത്തും. അപ്പോൾ ഈ ഒരു ദുആ നിങ്ങൾ ളുഹാ നിസ്കരിച്ചതിൻ്റെ ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും ചൊല്ലണം. അത്രക്കും വലിയ ശ്രേഷ്ഠതയേറിയ ഒരു ദുആയാണ് ഇത്. ഏതാണ് ആ ദുആ? റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഈ ദുആയാണ് നിങ്ങൾ ളുഹാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 17 പ്രാവശ്യം പറയേണ്ടത്. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണം, എനിക്ക് നീ കരുണ ചെയ്യണം, എൻ്റെ തൗബയെ നീ സ്വീകരിക്കണം, നീ തൗബ സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാണല്ലോ. ഇതാണ് ഈ ദുആയുടെ അർത്ഥം വരുന്നത്. അപ്പോൾ നിങ്ങൾ ളുഹാ നിസ്കരിച്ചതിന് ശേഷം ഈ ദുആ നിങ്ങൾ 17 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന ഒരു സ്വലാത്ത്, ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി. അത് നിങ്ങൾ 10 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുക. എന്നിട്ട് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ, എന്ത് ആഗ്രഹമാണോ, എന്ത് മുറാദാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ഭാഷയിൽ പച്ച മലയാളത്തിൽ പറയുക. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹുവിനോട് പറയുക. കാരണം ആ ദുആക്ക് ഇജാബത്തുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല ഇജാബത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറക്കാതെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം. ളുഹാ നിസ്കരിക്കാത്തവർ ഇന്ന് മുതൽ തന്നെ നിസ്കരിച്ച് തുടങ്ങണം. ളുഹാ നിസ്കാരത്തിൻ്റെ പരിപൂർണ രൂപം പറഞ്ഞു. അതുപോലെ നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, ഫലങ്ങൾ, ഗുണങ്ങൾ എല്ലാം ഞാൻ എണ്ണി പറഞ്ഞു. അതുകൊണ്ട് മറക്കാതെ ഇന്നു മുതൽ തന്നെ നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.